Hello friends, we will discuss the CMA USA exam prepare the students in a very important part of software choose. Perfect software we exam prepare the exam ready. So before choosing a software, you will points check software choose. Point 1. Syllabus update. You choose the software, the latest CMA USA topic program updated older softwares are using the syllabus updated softwares are using the exam mislead chance. Point 2. Quality and quantity of questions. You know, CMA USA exam MCQs and essay questions we concepts help quality questions software choose. എണ്ണത്തിലല്ല പകരം അതിന്റെ ക്വാളിറ്റിയിലാണ് കാര്യം. നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോയിന്റ് 3. എക്സാം സിമുലേഷൻ. ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോമെട്രിക് എൻവയോൺമെന്റ് ഫീൽ തരുന്ന ഒരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടൈമേഴ്സും കാൽക്കുലേറ്റേഴ്സും മോക്ക് എക്സാംസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. റിയൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഫീലോടെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് 4. പെർഫോമൻസ് ട്രാക്കിംഗ്. ഒരു ഗുഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ സ്ട്രോങ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വീക്ക് ഏരിയാസിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിക്കും. പോയിന്റ് 5. മൊബൈൽ ആൻഡ് ഓഫ്ലൈൻ ആക്സസ്. നിങ്ങൾ ബ്രേക്ക് ടൈമിലായിരിക്കുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴൊന്നും നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൊബൈൽ ആക്സസും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആക്സസും. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പോൾ അതിന് മൊബൈൽ ആൻഡ് ഓഫ്ലൈൻ ആക്സസ് അവൈലബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പോയിന്റ് 6. ആക്സസ് ഡ്യൂറേഷൻ. ചില സോഫ്റ്റ്വെയർ 12 months ആക്സസ് പ്രൊവൈഡ് ചെയ്യും, ചിലതാകട്ടെ 24 months ആക്സസ് പ്രൊവൈഡ് ചെയ്യും, ചിലത് അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എക്സാം എഴുതുന്ന ആ ഒരു ടൈം പീരീഡോളം ആക്സസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ റിന്യൂവൽ ഫീസ്, ആക്സസ് റിന്യൂവൽ ഫീസും കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പോയിന്റ് 7. സ്റ്റുഡൻറ് സപ്പോർട്ട്. ഒരു ഗുഡ് സോഫ്റ്റ്വെയർ ടീം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതും ആയിരിക്കും. ഈ പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിനെ അറിയാം. വൈലി ഉണ്ട്, ബെക്കർ ഉണ്ട്, ഹോക്ക് ഇന്റർനാഷണൽ ഉണ്ട്, ഗ്ലൈം ഉണ്ട്, അതുപോലെ തന്നെ IMA റിസോഴ്സസും നമുക്ക് അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെക്കർ ആണെങ്കിൽ ഒരു പ്രീമിയം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതേസമയം നമ്മൾ വൈലിയിലോട്ട് വരുമ്പം അവർക്കൊരു ലാർജ് ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. ഇനി ഗ്ലൈം ആയിക്കോട്ടെ കുറച്ചും കൂടി എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇനി നമ്മൾ ഹോക്കിലോട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോക്ക് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഹോക്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ലാംഗ്വേജ് ആണ് അവർ ഹോക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണോ അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഡു ഫോളോ.